എപ്പോഴാ കഴിഞ്ഞേ? ഇന്നലെ അപ്പൊ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അതെ അതെ. ഇതെന്താ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാനുള്ള കാരണം എന്താ? ചെയ്യണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. എത്ര കാലം മുമ്പ് തീരുമാനിച്ച കല്യാണം? ഇത് ജാനുവരിയിൽ തീരുമാനിച്ചത്. ഇലക്ഷൻ ഡേറ്റ് കല്യാണം തീരുമാനിച്ചതിന് ശേഷമാണ് അനൗൺസ്മെന്റ്. ആക്സിഡന്റലി വന്നതാണ്. അതെ അതെ. ഇപ്പൊ എന്താ തോന്നുന്നേ? കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അല്ലേ? എന്താ തോന്നുന്നത് ഈ സമയത്ത്? ഹാപ്പിയാണ്. കല്യാണം കഴിച്ച് വോട്ടും ചെയ്യാൻ പറ്റുന്നതിൽ സന്തോഷം. ഞാൻ ആക്ച്വലി പുറത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് വോട്ട് അങ്ങനെ മിസ്സായിട്ടുണ്ട്. സോ എപ്പോഴും നാട്ടിലുള്ളപ്പോഴെല്ലാം വോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും വോട്ട് ചെയ്യാറുണ്ട്. അല്ല അല്ല, എവിടെ രണ്ടുപേരുടെയും വീട് എവിടെയാന്ന് കൂടെ പറയും. ഇവിടെ തന്നെയാണ്. എന്റെ വീട് വാഴമുട്ടം. വെള്ളാർ. പിന്നെ എന്താ ഈ ആളുകളോട് എന്താ പറയാനുള്ളത്? ചെറുപ്പക്കാരോടൊക്കെ എന്താ പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് എല്ലാവരും വോട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. മെസ്സേജ് കൂടിയല്ലേ ശരിക്കും? അതെ അതെ, ഡെഫിനറ്റ്ലി. എന്റെ സൈഡിൽ നിന്നും നമ്മുടെ സൈഡിൽ നിന്നും ഡെഫിനറ്റ്ലി ഒരു മെസ്സേജ്. തീരുമാനം എടുത്താറേ യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ പൊളിറ്റിക്കലി ആക്റ്റീവ് അല്ല, പക്ഷെ വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു നോൺ പൊളിറ്റിക്കൽ കാര്യമാണല്ലോ. ഒരു ആസ് എ സിറ്റിസൺ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഒരു കാഴ്ചപ്പാടുണ്ടോ? തിരഞ്ഞെടുക്കുന്നവർക്ക് ചെയ്യേണ്ട ജോലികൾ അവർ ചെയ്യണം എന്നതാണ്. വോട്ട് ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥിയുടെ ഗുണമാണോ പാർട്ടിയാണോ എന്താണ് നിങ്ങളുടെ ഒരു പ്രിഫറൻസ്? രണ്ടിന്റെ ഒരു കുമുലേറ്റീവ് ആണല്ലോ എപ്പോഴും നോക്കുന്നത്. ശരി, താങ്ക് യു. താങ്ക് യു. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. താങ്ക് യു. തെരഞ്ഞെടുപ്പ് വേളയിൽ കാണാൻ കഴിയുന്നത് സൗന്ദര്യം